ഈ ചെലക്കാൻ നിൽക്കാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് സമാധാനം പറയണ സുഗത. നീ കൊരക്കല്ലടാ, നീ കൊരക്കല്ലേന്ന്. അല്ല കണ്ണി കണ്ടവര് പറയണതിന് സമാധാനം പറയാൻ നിൽക്കല്ലടക്കി പണി. കണ്ണി കണ്ട ആളല്ല ഞാൻ കണ്ണി കണ്ട എന്താണ് എന്റെ കാര്യം? എന്താ എടാ കൊരങ്ങ, ഞാൻ എന്റെ സ്ഥലത്ത് നിന്നിട്ടാ സംസാരിക്കണത്, മനസ്സിലായിക്കോ നീ? മാക്രി ഇത് നിന്റെ സ്ഥലമാണത്. നിന്റെ സ്ഥലം പിന്നെ അല്ലാണ്ട് എടാ ഈരകൃഷിയൊക്കെ വേണമെങ്കിൽ അവിടെ നടത്തണം. ഈ നട്ടത് എന്റെ വളപ്പിലാ, അത് മനസ്സിലാക്കിക്കോ. വെറുതെ തോന്നിയാസം പറയാൻ നിൽക്കരുത്. ഒരു തൊരപ്പന്റെ വർത്താനം പറയരുത് നീ. തൊരപ്പന്റെ പണി നിന്റെ സ്ഥലം എങ്ങനെയാണ് എന്റെ പണി തുറക്കാൻ നോക്കുക. തൊരപ്പന്റെ പണി എടുക്കുന്നത് നീ വേഷം കെട്ടിട്ട് നെയ്യാണ് സുഗത. ആധാരം എടുത്തോക്കണം. അതിർത്തി ഇങ്ങനെ മാന്തി 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 വന്നിട്ട് തൊരപ്പന്റെ പണി എടുത്തോണ്ടിരിക്കണ നെയ്യാണെന്ന് മനസ്സിലാക്കി. എന്റെ ആധാരപ്രകാരം കണ്ട ഈ നിൽക്കണം മരം, ഈ മരത്തിന്റെ അവിടുന്ന് ഇങ്ങനെയാണ് അതിര്. അതല്ല അതിര്. നീ പറയുന്നു ഈ തെങ്ങാണ് അതിര്. അതല്ല അതിര്. അതന്നെ അതിര്. അതിര് അവിടെ സർവേക്കല്ലുണ്ട്. പിന്നെ എവിടെ? ആ സർവേക്കല്ലിന്റെ അവിടുന്ന് നേരെ ഒരു ചരട് ഇങ്ങനെ പിടിച്ചു. ഞാൻ നിന്റെ ചേളക്ക് ഒരു ഒറ്റ ഒന്നും തരും. ആ നായ അത് നീ എന്റെ ചേളക്കടിച്ചല്ലടാ. നീ എന്റെ നെഞ്ഞത്തെ നിന്റെ മോമ്പ ഞാൻ ഇടിച്ച് പറത്തും. നിന്റെ മോമ്പ ഞാൻ ഇടിച്ച് പരത്തും. ഇടിച്ച് പരത്തും ഞാൻ. കളരി പഠിച്ചാളി കളരി പഠിച്ചു കണ്ട പെട്ട് പെണ്ണു പോയി കളിക്കാം. ഒറ്റ വെട്ടൻ വെച്ചാൽ താഴെ തെറിച്ചു. മനസ്സിലാക്കാം. ഈ ഭൂമിക്ക് മതില് കെട്ടിയില്ല. അതുപോലെ കെട്ടിയില്ല. എന്നിട്ട് അവൻ നീയാണോ ഞാനാണോ? ഞാൻ പറഞ്ഞിട്ട് എന്റെ കളരി അവിടെ മതി, ഇവിടെ വേണ്ടത്. അവിടെയാണ് സർവേരി. എവിടെ? അവിടെ അവിടുന്ന് ഒരു ചരട് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ആ മൂലനിക്കൽ പിടിച്ചാൽ തെങ്ങ വണ്ടിയാണ്. അതായിക്കോട്ടെ. തെങ്ങിന്റെ ചീര, ഈ നട്ട ചീര ഉണ്ടല്ലോ, ആ ചീര എന്റെയാണ്. ഏത് ഉറപ്പില്ലടാ. പണ്ട് ഇവിടെ ഭാഗം വെക്കുമ്പോ തന്നെ ഈ കുളത്തിന്റെ സെന്ററിൽ കൂടെ ആരെങ്കിലും അളക്കൂ? ഈ ആ കുളത്തിന്റെ അരികിൽ കൂടെ ആ വലിയ മരം, ആ മരത്തിന്റെ അവിടുന്ന് അങ്ങനെയാണ് അതിൽ. അങ്ങനെയല്ല അവൻ വന്നിട്ട് കുളത്തിന്റെ സെന്ററിൽ കൂടെ പറഞ്ഞ സുഖട്ടാ അടങ്ങ് രാഘോട്ടാ, രണ്ടാൾ നമ്മൾ തല്ലിത്തീരുന്നത് തീരത്തില്ല. നീ എന്തായി പറയുന്നത്? രണ്ടാൾ തമ്മിൽ തല നോക്കി വർത്താനം പറയുന്നുണ്ട്. അതെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. പ്രശ്നം തീരും. ആദ്യം എന്നെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഈ അതിര് നമുക്ക് അളക്കണം. അളന്നിട്ട് എങ്ങനെയാ വരുന്ന പറഞ്ഞാ ഈ വില്ലേജ് റെക്കോർഡ് പോലെ അളന്നിട്ട് അപ്പുറത്തുള്ളവര് അപ്പുറത്തെടുക്കാം, ഇപ്പുറത്തുള്ളവര് ഇപ്പുറത്തെടുക്കാം. അളക്കേണ്ട ആളുണ്ടല്ലോ. ഇപ്പോഴും ഓൻ പറയണ കേട്ടാ. പിന്നെ പിന്നെ ഞാൻ അങ്ങനെ കേൾക്ക്. നിങ്ങളിവിടെ അടികൂടി ചത്തു വീണെന്ന കാര്യം. അതെ, അവൻ പറയണ പോലെ അളക്കാൻ പറ്റില്ല. ഞാൻ പറയണ പോലെ അളക്കാൻ പറ്റുന്ന അതിന് തിരിക്കാം. ഞാൻ പ്രശ്നത്തിനുണ്ടാവും. നിങ്ങൾ തമ്മിൽ തച്ച് തീരുള്ളൂ. പോയാണ് ഈ പ്രശ്നം തീരണമെങ്കിലോ ഈ കള്ളമായ ചാവണം. എന്നിട്ട് ഇവരെ ഞാൻ ഇതിനെ പകതിരിവില്ലാത്ത സംസാരം പറയുന്ന രണ്ടുപേരും. എന്താ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോയെ വിളിക്കാം. കോയ വരട്ടെ. കോയ വാർഡ് മെമ്പർ അല്ലേ? മൂപ്പര് എന്താ തീരുമാനിക്കണ്ടാ വെച്ചാല് അതിനനുസരിച്ച് നമുക്ക് ബാക്കി. അതൊക്കെ അവർ ഒറ്റ കെട്ടാൻ സമ്മതിക്കില്ല. പ്യാരി അത് വന്നാ മതി. ചെങ്ങായി തോറ്റ മെമ്പറാണ് ചർച്ചയ്ക്ക് ഒരുക്കണേ. ഈ ജാതി ആൾക്കാരെ തോൽപ്പിച്ചാൽ 3 വോട്ടായാലും തോറ്റുള്ളൂ. പക്ഷെ അതിന് ന്യായം പറയും. മറ്റാൾ എന്റെ കൂടെ നിൽക്കുന്നിട്ട് തന്നെ ആ പരിപാടി നടക്കില്ല. കോയാണ് മെമ്പറെ വിളിച്ചിട്ടുള്ള ചർച്ച. നടത്താൻ പറ്റുന്ന നടത്തിയാൽ മതി. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് വോയിസ് ഇല്ല. ഇന്ത്യയല്ല തീരുമാനിക്കാം, ഞാനാ തീരുമാനിക്കാം. ഒന്ന് മാറി നിൽക്കാൻ. മോനും പറ, രണ്ടാളും വരട്ടെ.
കോയും വരട്ടെ പ്യാരും വരട്ടെ എന്നാ രണ്ടാളും പ്രശ്നം തീരുമല്ലോ എന്നിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം അവന്റെ അന്വേഷണം നടക്കില്ല ഇവിടെ അവരൊന്ന് തീരുമാനിക്കട്ടെ രണ്ടാക്കും അതുവരെ എന്റെ വളപ്പലിക്ക് വരരുത് മാറിക്കോളാം അവിടുന്ന് മാറ്റി വെട്ടിയാൽ കളഞ്ഞ കാല് മാറി നിന്നോളല്ലോ ഞാൻ നിങ്ങളൊരു പ്രായമായുള്ളത് പറയാം ഈ കള്ള ഞാൻ ഇവിടുന്ന് പിടിച്ചോണ്ടേ ഇനി മെമ്പർ വരേണ്ട ഇവിടെ ആരും വരണ്ട പുറത്ത് അതെ ഇജാരാണ് എടാ ചെങ്ങായി അവിടെ ആ സദാ പരിസരത്തുള്ള സകല വീട്ടിൽ നിന്ന് ഞാൻ ആൾക്കാരെ എല്ലാവരും അടുത്ത് ഒപ്പിട്ട് മേടിച്ച് പഞ്ചായത്തിൽ കൊണ്ടുകൊടുത്ത് അത് സാങ്ഷൻ ആക്കിയിട്ട് പഞ്ചായത്ത് റോഡാക്കി തന്നാ പോരാ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അവിടെ ഇനി ഒരു ആ ടൈലിടാനുള്ള നിങ്ങൾക്ക് ഇടങ്ങറേ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇജ്ജ് പോയിക്കറ ചെങ്ങായി അവിടുന്ന് ആ എന്റെ വഴി എന്താ വെച്ചാ നോക്ക് ആ ശരി അറിയാം എന്താ ചെയ്യണ്ടെന്ന് ഇജ്ജ് എന്നെ മെമ്പറായിട്ടൊന്നും കണക്കാക്കണ്ട കേട്ടോ ഞാൻ അവിടെ ജനിച്ചു ആളഞ്ഞാണ് ഇത് വിട് ആയ വേറെ ആളെ നോക്ക് എന്റെ അടുത്ത് നടക്കൂല അയ്യോ വർത്താനം പറയണേ അല്ല പിന്നെ ഒന്ന് ആലോചിച്ചോക്കെ അക്കണ്ട കാലം ചെളിയും ദൂരമായിട്ട് കിടന്നിരുന്ന വയ്യേ നമ്മൾ ചെന്നിട്ട് അയാൾക്ക് എല്ലാം ഒരു ഒറ്റ ഒപ്പിടുന്നില്ല ഞാൻ ഒക്കെ ഒപ്പിട്ട് മേടിച്ച് ഞാൻ പഞ്ചായത്തിന് കൊടുത്ത പഞ്ചായത്ത് വയ്യാക്കി ഇപ്പൊ ടൈലിടാൻ വന്നപ്പോ തടയ എത്ര എങ്ങോട്ട് വെള്ളം കയറും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരേട്ടങ്ങളൊന്ന് ആലോചിച്ചോക്ക് പോട്ടെ ഏയ് ഒരേ കാര്യത്തിൽ പറ്റേ എന്നിട്ട് ഇതെന്തപ്പ രാഘവട്ടെ എന്താ സംഗതി ഇത് ഈ സുഗതനും സതീശനും തമ്മിൽ പറമ്പിൽ അതിർത്തി തർക്കാം ഭയങ്കരമായിട്ട് അടിന്നുള്ള പൊരിഞ്ഞ അടിയാണ് നാട്ടുകാരും ഞാനെല്ലാം ഉണ്ടായ അന്ന് പിടിച്ചില്ല ഒരാൾ മരിക്കുവാണ് അത്രയും ഭയങ്കരമായി അതൊന്ന് പറഞ്ഞു തീർക്കണം കോയക്ക എന്തെന്നപ്പ നീയൊക്കെ ഞാൻ അത് സംഗതിയൊക്കെ ഞാൻ കുറെ കേട്ടി ഇപ്പൊ എന്താ അവസ്ഥ അപ്പൊ എങ്ങനെ നിക്കണേ അതെ മെമ്പറേ ആ സുഗതൻ ഒരുമാതിരി ത്വരപ്പന്റെ സ്വഭാവമാണ് അതായത് മുമ്പുള്ളതാണ് അതായത് ഇപ്പൊ എന്റെ അച്ഛനും സുഗതന്റെ അച്ഛനും തമ്മിൽ ഭയങ്കര കൂട്ടുകാരായിരുന്നു ആ ഇക്കറിയാലോ അപ്പൊ ഞങ്ങള് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കും ഓടി കളിക്കുകയൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ അവിടെ അതിരൊന്നും മൂപ്പര് മതിലൊന്നും കെട്ടാതിരുന്നത് അത്രേ എനിക്കറിയില്ല അത് ഇപ്പൊ വന്നിട്ട് എന്താ പ്രശ്നം വെച്ചാല് കുറേശ്ശെ എന്റെ ഭൂമിയിലേക്ക് ഇങ്ങനെ കേറിയിട്ട് കൃഷി ചെയ്യാണ് എങ്ങനെയുണ്ട് ചില ആൾക്കാരുടെ സ്വഭാവം അതാണ് അപ്പൊ ആദ്യം ഒന്നും ഇത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അത് പോട്ടെ എന്നിട്ട് ഞാൻ തട്ടി പിന്നെ നോക്കുമ്പോ ഇപ്പൊ ചീരകൃഷി ഏകദേശം 1 മീറ്റർ ഉള്ളിലേക്ക് കയറ്റിട്ട് ഓൻ ചെയ്യണം അത് ചെയ്യാൻ പാടും സത്യന്റെ പറമ്പില് എന്റെ പറമ്പില് അത് ചെയ്യാൻ പാടുമോ അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ വഴക്കുണ്ടായിട്ടുള്ളത് ഇത് മെമ്പർ വന്നിട്ട് ഒന്ന് കൂടി ഞാൻ ചോദിക്കട്ടെ ഇവിടെ അവിടെ ഇപ്പൊ വേറെ അടയാളത്തിനായിട്ട് ഇപ്പൊ അവിടെ സർവേ ഒന്നും ഇല്ലേ ഉണ്ടേ സർവേ പിന്നെന്താ കുഴപ്പം അതല്ലേ പ്രശ്നം ആ സർവേയുടെ അവിടുന്ന് പിടിച്ചിട്ട് ഒരു ചരട് പിടിച്ചാണ് കെട്ടി കഴിഞ്ഞിട്ട് വെച്ചാൽ സുഖമായിട്ട് മറ്റേ അതിര് കിട്ടും അത് എന്താ പാല് സമ്മതിക്കാത്ത അതോ സമ്മതിക്കണില്ല ഓൻ പറയണത് ആഞ്ഞിലിയാണ് അതിര് ആഞ്ഞിലി അപ്പൊ ഞാൻ പറഞ്ഞ ആഞ്ഞിലി അല്ല തെങ്ങാണ് അതിര് അത് ഞാൻ പറഞ്ഞു അപ്പൊ അതിനോ സമ്മതിക്കണ്ടേ ആ ശരി അപ്പൊ അവിടെ സർവേ ഉണ്ടാവണല്ലേ സർവേക്കണ്ട മൂലയില് ഒരു പ്രശ്നമില്ലതേ ശരി കരുതി കൂട്ടിയിട്ട് വഴക്കുണ്ടാക്കുകയാണ് അതാണ് എന്റെ പ്രശ്നം അതെ ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ നമ്മള് സംസാരിച്ചിട്ട് കാര്യമില്ല ഈ കാര്യം സംസാരിക്കണ നേരത്ത് സുഗതനും ഉണ്ടാവണം അവിടെ സുഗതനും ഉണ്ടാവണം സത്യനും ഉണ്ടാവണം എന്നാലേ ഈ കാര്യങ്ങൾ ഒത്തുതീർപ്പാവുള്ളോ എന്താ സുഗതം പറയുന്നത് പ്യാരീനെ കൂട്ടണം പ്യാരീനെ കൂട്ട് ആരെ കൂട്ട് അവ അല്ലെങ്കിൽ ഓന്റെ രാഷ്ട്രീയാണ് അതിപ്പോ എന്തിനായിക്കോട്ടെ പറഞ്ഞ കാര്യമില്ല ഞാൻ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിൽ ഇടപെടുമ്പോ ഈ 2 കൂട്ടം അവിടെ ഉണ്ടാവണം പിന്നെ ഇനിയിപ്പോ സത്യനോടായിട്ടൊരു കാര്യം ഞാൻ പറയാണ് ഞാൻ ഈ സംഗതിക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് എന്റെ ഏത് കാര്യത്തിലും ഞാൻ ഇറങ്ങുന്നുള്ളതിൽ ഒരു സംശയം എനിക്ക് വേണ്ട പക്ഷെ ന്യായത്തിന്റെ കൂടെ ഞാൻ നിൽക്കുള്ളൂ സത്യ എന്റെ ന്യായം ഉണ്ടാവണം അത് മതിയേ എന്റെ ഭൂമി കിട്ടിയ പോരെ അല്ലേ അവനെന്താ ഇത് നടന്നില്ല വെച്ച് കഴിഞ്ഞാൽ വില്ലേജിൽ നിന്ന് ആള് വിടും ഞാൻ അത് പിന്നെ നടന്നിട്ട് എന്താ വിളിച്ചാ അതന്നെ കേട്ടോ അപ്പൊ ഞാൻ നമുക്ക് ശരിയാക്കാം അപ്പൊ അത് എന്റെ വീട്ടിൽ വിളിക്കായി വരാം അത് മതി രണ്ടോട് കൂടെ നമുക്ക് കേട്ടോ ഞാൻ സുഗതനോടും പറയാം പറയാം ഞാൻ ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് എന്നാ ഇരിക്കണ ചെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ വരണ്ടേ ഞാൻ ആ ഡേറ്റ് പറയാം കേട്ടോ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പിന്നെ അല്ലേ ആയിക്കോട്ടെ എന്നാ ശരി ഞാൻ വരണ്ടേ കേട്ടോ നല്ല കുടിക്കണോ എന്നാ ശരി ശരി കേട്ടോ കാര്യം ഒരച്ചാലുള്ള സമയം ഒരു മനുഷ്യനെ ഇടങ്ങറാക്കാൻ വേണ്ടി മതിയോ പറ്റില്ല പറ്റില്ലതാ നാട്ടുകാരെ കാണിക്കാനല്ലേ നല്ല ആരോഗ്യത്തോടെ ചെയ്യ് പോരട്ടെ തോറ്റമ്പറ നിന്റെ അച്ഛൻ പോയി പോരെ ഒരു വിലയും ഇല്ല നമുക്ക് ഒരിടം പോവാനും പറ്റില്ല എന്ത് അവനൊക്കെ എന്റെ അടുത്ത്
ഇത് ഇങ്ങനെ പോയാൽ നടക്കൂല. ഭയങ്കര ശോകം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഒരു വിലയും തരണില്ല, തോറ്റോണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത ഒരേ ഒരു പരിപാടി സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവും. ആ ഒരൊറ്റ കാര്യമുള്ളൂ. എടാ എനിക്കതൊന്ന് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞൂടാ. അതിനല്ലേ ഞാൻ ഇരിക്കണേ. അപ്പൊ എന്ത് ചെയ്യണമെന്നാ നീ പറയണ? കല്യാണം, എല്ലാ മരണം, എല്ലാ കാര്യത്തിനും, ഉദ്ഘാടനം, എല്ലാത്തിനും ഞാനും വരും. വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. നമുക്ക് എന്ത് കാര്യം ചെയ്താലും. ഞാനിപ്പോ അതൊക്കെ ചെയ്യണുണ്ട്. അത് ഞാനല്ലേ ചെയ്യണേ. ഈ സ്ഥിരം ചെയ്യണ പരിപാടിയല്ല. നമുക്ക് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കണം, മൂന്നാം കണ്ണായിട്ട്. ശരിയാണ്, ഇപ്പൊ അതേ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അത്രേ ഉള്ളു. എല്ലാരും അങ്ങനെ തന്നെ ചെയ്യണത്. നമുക്ക് തുടങ്ങാം. റെഡി? തുടങ്ങിക്കോ. സ്റ്റാർട്ട്. ആരോഗ്യത്തോടെ ചെയ്യും മനുഷ്യ. പോട്ട്. എന്തായാലും ആളവിടെ ഉണ്ട്. തീരുമാനമാക്കടേ. ജയിച്ചിട്ടടങ്ങുള്ളൂ. സ്പീഡ് പോട്ടെ. കിതക്കല്ലേ പോട്ട്. അറിയാതാ സുധേട്ടാ, ഇതവിടെ ഇന്നലെ പ്രശ്നം എന്തുകൊണ്ടായിന്ന് പറഞ്ഞത്? ഒന്നും പറയണ്ട. ഇന്നലെ ഒന്നല്ലെന്ന് ഇടയ്ക്കിടയ്ക്കുണ്ടത്. അതെങ്ങാനും പരിഹരിച്ചില്ലെങ്കിലേ കുടുംബത്തെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ അത് അളന്ന് തിരിച്ച് മതിൽ കിട്ടിയ പ്രശ്നം സോൾവ് ചെയ്യാൻ. നിങ്ങളത് കേട്ടില്ലല്ലോ അന്ന്. അത് പ്യാരിജാതനെ അറിയാലോ. അത് എന്റെ അച്ഛനും സത്യശീലിന്റെ അച്ഛനും നല്ല കൂട്ടുകാരാണ്. അപ്പൊ കുട്ടിക്കാലത്ത് എന്ത് ചെയ്തു? കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോട്ടെ പറഞ്ഞു. ഇവിടെ അതിര് വേണ്ട പറഞ്ഞു. അങ്ങനെ ഞാനും അത് അങ്ങനെ ഇട്ടതാ. ഇപ്പൊ കുറച്ച് ചീര നടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചീര നട്ടപ്പോഴാണ് ഇവൻ കലി തുള്ളിയിട്ട് ഇങ്ങോട്ട് വന്നില്ലേ, ഇന്റെ സ്ഥലത്താണ് ചീര നട്ടെന്നും പറഞ്ഞിട്ട്. അതെല്ലാവർക്കും അറിയണതാണേ. ഇവൻ അതിന്റെ അപ്പുറത്തൊരു തെങ്ങുണ്ട്. ആ തെങ്ങാണ് അതിരെന്നും പറഞ്ഞിട്ട് എന്റെ സ്ഥലം പിടുങ്ങാനുള്ള പരിപാടിയാ. ഇത് തന്നെയല്ലേ കൊല്ലങ്ങളായിട്ട് സൂതേട്ടൻ പറഞ്ഞോണ്ടിരിക്കണ. അത് അയാള് സമ്മതിക്കണ്ടേ? ആര്യാജാതൻ അറിയാലോ. ഇപ്പുറത്ത് നിൽക്കണ ആഞ്ഞിലിയാണ് അതിര്. കുളത്തിന്റെ നടുക്ക് കൂടെ ആരെങ്കിലും അതിര് കെട്ടു. കുളം കഴിഞ്ഞിട്ടാണ് ആർക്കും അറിയാം. ആ പൊട്ടൻ അത് അറിയില്ല. ഇത് പരിഹരിക്കാണ്ട് ഒരു രക്ഷയില്ല. ആരെങ്കിലും ഒരാൾ മരിക്കും. അത്രയും ഭയങ്കര. അല്ല, ഇന്നലെ അവിടെ അടിയുണ്ടായി വെള്ളം ഉണ്ടായി. ഞാനിവിടെ എന്തൊരു ഇതാണെന്നറിയാം. എന്താ പറയുക? അപ്പൊ പറഞ്ഞു, രാഘവേട്ടനാണ് പറഞ്ഞു, ഇത് നമ്മളിങ്ങനെ പറ്റില്ല, അത് ഒത്തുതീർപ്പാക്കണം. അതുകൊണ്ട് നമുക്ക് കൗൺസിലറെ കണ്ടിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാം. അതെ രാഘവേട്ട, എന്ത് ബന്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അതിർത്തി തർക്കവും കാശിന്റെ കാര്യത്തിലും ആളുകൾ ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലോട്ട് നമ്മുടെ വാർഡിൽ എന്തോരം ഞാൻ ഇടപെട്ടതാണ്. ഇതും ഞാൻ പരിഹരിച്ചാനേ. പക്ഷെ രണ്ടുപേരും അടുക്കണ്ടേ. രാഘവേട്ടനാണ് ഇടപെട്ട് പറഞ്ഞത്, ഇത് ഇനി ഇങ്ങനെ പ്രശ്നം മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് മെമ്പറെ വിളിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ. അതെ ഈ കോയ മെമ്പർ എപ്പോഴാ മെമ്പറായി നമുക്ക് അറിഞ്ഞൂടെ? കോയ മെമ്പറൊക്കെ രാഘവേട്ടനെ അറിയാല്ല. എങ്ങനെ പരിഹരിക്കാനാ അയാളൊക്കെ? 3 വോട്ടിനാണ് തോറ്റത്. അതെങ്ങനെ അവസാന നിമിഷം സത്യശീലനും കുടുംബം കാലുമാറി. ഓർപ്പിക്കല്ലേ അതൊന്നും തന്നെ. അല്ല, ആ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കൂറ് കാണിക്കൂലോ കോയ മൂപ്പരുടെ കൊടുക്കും. അതെ, സൂതേട്ടൻ പറയണ മര്യാദയാണ്. വർഷങ്ങളായിട്ട് അറിയാവുന്ന കാര്യമാണ് എനിക്ക്. രാഘവേട്ടനൊരു കാര്യം ചെയ്യും. ഇപ്പൊ അയാളുടെ ആള് കോയാണല്ല, 2-3 വോട്ടിന് പറ്റിച്ചൊക്കെ ജാതിയൊക്കെ പറഞ്ഞ് ജയിച്ചത് പോട്ടെ, വിലയില്ല നാട്ടില്, പോയിക്കോട്ടെ. രാഘവൻ അയാളെയും വിളിച്ചിട്ട് രാഘവന്റെ വീട്ടിലൊന്ന് ഇരുത്ത്. ഞാനും സൂതേരനും കൂടി അങ്ങോട്ട് വരാം. ഞാൻ പറയുന്നു. ഇനിയിപ്പോ കഴിഞ്ഞ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി പുതിയ ഇത് കാര്യം പറയാം. ഞാൻ വരാതെ വന്നിട്ട് എന്റെ കൂടെ നിൽക്കണം. ഉറപ്പായിട്ടും നിൽക്കും. പിന്നെ വൈകാരികമായിട്ടൊന്നും പെരുമാറരുത്. വളരെ സമാധാനമായിട്ട്. അല്ല, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം പോവില്ല. എന്ത് പറയണോ അത് അച്ചട്ടാണ്. മതി. ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് സമാധാനപരമായിട്ട് പറഞ്ഞു തീർക്കും. നിങ്ങൾ അതനുസരിച്ച് പെരുമാറിയാൽ മതി. അത് എത്രയും പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ എന്താ പറയാ, അവന്റെ ചീര നശിപ്പിക്കാൻ വേണ്ടിട്ട് അത് പറിച്ചു വരാൻ വിഷമിക്കണ്ട. ഞാൻ തോറ്റ് ജയിച്ചെന്ന് നോക്കണ്ട. എന്റെ കൂടെ നിന്നവർക്ക് ഒരു പ്രയാസം വന്ന കാര്യം ഉണ്ടാവും. അപ്പൊ ഈ സത്യശീലൻ എന്ന് പറയണ കോപ്പൻ ഈ കോയ മെമ്പറേയും കൂട്ടിയിട്ട് എപ്പോഴാ വരിക എന്നുള്ള രാഘവട്ടൻ അപ്പൊ ആ സമയം പറഞ്ഞാൽ പറയാം. അപ്പൊ ഞാൻ പ്യാരിയാതിനെ വിളിച്ചു പറയാം. ഞാനുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ കോയ അടുക്കൂല. രാഘവേട്ടൻ വിളിച്ചു തന്നെ. ഞാൻ അവിടെ എത്തിയിരിക്കും. അടുത്തോലം പിടിക്കണം. നടക്കട്ടെ. ചെറുപ്പായിരിക്കണേ. ഇല്ല, അതല്ല, അത് ഇവന്റെ ഓരോ പരിപാടികളാണ്. ആരോഗ്യം നോക്കട്ടെ. ശരി, എന്നാ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയാൽ മതിയല്ലേ. ഇത് നമ്മൾ തന്നെ വേണ്ട ഇതൊക്കെ പരിഹരിക്കാൻ. നിങ്ങളുള്ള ധൈര്യമാണ് നമ്മൾ കേട്ടോ. എങ്ങനെയുണ്ട്? കണ്ടില്ലേ ഈ വന്നത് പിടിച്ചാ നീ? പിന്നെ ഇത് ഇട്ടോ ഫേസ്ബുക്കിൽ. അതിനുവേണ്ടി പിന്നെ ഞാൻ കോയനെ കുറ്റം പറഞ്ഞത് അത് ഞാൻ ക്രോപ്പ് ചെയ്തോളാം. ഇനി അടുത്ത് നോക്കാം. ഓക്കെ, എന്താ വേണ്ടത്? സൂര്യ നമസ്കാരം. എന്നാ വിളിച്ചോ. റെഡി? ഓക്കെ. സൂര്യ നമസ്കാരം. സൂര്യ ഇപ്പൊ ഇല്ല, കുഴപ്പമില്ലല്ലോ. നമുക്ക് എഡിറ്റ് ചെയ്യാം. പോരട്ടെ, പോരട്ടെ.
നിന്റെ മോന്ത ഞാൻ ഇടിച്ച് പരത്തും നിന്റെ മോന്ത ഞാൻ ഇടിച്ച് പരത്തും ഇടിച്ച് പരത്തും ഞാൻ കോയും വരട്ടെ പ്യാരും വരട്ടെ എന്നാ രണ്ടാളും പ്രശ്നം തീരുമല്ലോ എന്നിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ഹലോ ഗോപിനാഥൻ നായരാണോ? ഇത് ഇവിടെ സർവേ ഓഫീസിൽ നിന്നാണ്. സീനിയർ സർവേയർ മന്മഥൻ. നിങ്ങൾ വസ്തു തരം മാറ്റത്തിന് അപേക്ഷിച്ചിരുന്നില്ലേ? അപ്പോൾ അതിൽ ഞങ്ങൾ അളക്കാനായിട്ടൊന്ന് ചിലപ്പോൾ ഒരു ഉച്ചയോട് കൂടി അവിടെ എത്തും. സമയം അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങൾ അളക്കാനുണ്ട്. ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വയറെല്ലാം കണ്ട് പ്രസവം എല്ലാം കഴിഞ്ഞ് കൊച്ചിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതി. ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വരാം. ഒന്ന് വെച്ചിട്ട് പോടോ. അവരുടെ തരും. ഇനി അവരുടെ സൗകര്യത്തിന് നമുക്ക് അളക്കാൻ ചെല്ലാൻ പറ്റൂ? അയാൾക്ക് വയറ് കാണാൻ പോകണം അത്രേ. ഉച്ച കഴിഞ്ഞ് വരാൻ പറ്റുമോ? പിന്നെ നമുക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്റെ മന്മഥൻ സാർ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഓർമ്മയില്ലേ? അതായത് ഇവിടെ വരുന്ന ആൾക്കാരോട് അപമര്യാദയിൽ പെരുമാറിയാൽ കർശന നടപടി എടുക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇവിടെ വരുന്നവരോടല്ലേ? ഞാനിപ്പോ ഫോണിലല്ലേ സംസാരിച്ചത്. ഫോണിൽ സംസാരിച്ചപ്പോ തെളിവല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാർ ഇങ്ങനെ സംസാരിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെ സംസാരിക്കും? ഇവിടെ നമുക്കുള്ള വർക്ക് പ്രഷർ അവർക്കറിയില്ലല്ലോ. മനുഷ്യനിവിടെ തലപുരാൻ നിർത്തായിരിക്കുന്നത്. LD ക്ലാർക്ക് മൊയ്തോടെ സാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ വരുമ്പോ. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇവിടെ ഈ ഇതിനകത്ത് ഈ മേശയ്ക്കകത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ അത്. ചിലപ്പോ പുറത്ത് ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും. അയാൾക്ക് ചായ കുടിക്കുക, മൂത്രം ഒഴിക്കുക, ചായ കുടിക്കുക. ഇത് തന്നെയാണ് പണി. ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട്, ഒരു ഉത്തരവാദിത്തമില്ല. അയ്യോ, സാറിപ്പോ ചായ കുടിക്കാൻ പോയാണോ അതോ മൂത്രം ഒഴിക്കാൻ പോയാണോ? ഫോൺ ചെയ്താൽ മതി സാർ. അപ്പൊ പുതിയ അസുഖം തുടങ്ങി. ഒരു ദിവസത്തിന്റെ പകുതി സമയം ഇത്രയും നാള് ചായ കുടി മൂത്രം ഒഴിവായിരുന്നു. ഇപ്പൊ ഫോൺ വിളിയും കൂടെ ആയി. കൊള്ളാം. ഇവിടെ റൂമിൽ റേഞ്ച് ഇല്ല, അതുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. സുഹൃത്തെ, ഓഫീസ് കാര്യങ്ങൾക്ക് ഇവിടെ സർക്കാർ ഫോൺ തന്നിട്ടുണ്ട്. ആ ഫോണിൽ കാര്യങ്ങൾ പറയണം. പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേറെ സമയം കണ്ടെത്തണം, ഓഫീസ് ടൈമിലല്ല. അല്ല സാർ ഇവിടെ പേഴ്സണൽ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യണ കാണാറുണ്ടാവുണ്ടോ? അത് ശരി. ഞാനിവിടുത്തെ സീനിയർ സർവേയർ, താൻ LDC. തനിക്ക് പിന്നെ കുറച്ച് ഡിഗ്രി കൂടുതലുണ്ടെന്ന് നെകളിപ്പ് കാണിക്കല്ലേ കേട്ടാ. ഒരുപാട് നാൾ ഇവിടെ ഇരിക്കണം വേണോ? എനിക്കറിയാൻ ചെയ്യേണ്ട പണികൾ. സോറി സാർ. സർക്കാർ ശമ്പളം തന്നെ സർക്കാരിനെ സേവിക്കാനാണ്, അല്ലാതെ നിങ്ങളെ തോന്നിയപാട് നടക്കാനല്ല കേട്ടാ. മണ്ണന്തല വില്ലേജിൽ തരം മാറ്റത്തിന് അനുമതി കിട്ടിയവരുടെ ഫയൽ ഇവിടെ എത്തിക്കാൻ പറഞ്ഞിട്ട് അതെവിടെ? സാറിന് മുമ്പിലുണ്ട് സാർ. രണ്ടാമതിരിക്കുന്ന ബ്ലൂ ഫയൽ അതാണ്. എടാ, ഇതിവിടെ കൊണ്ട് വെച്ചാൽ എന്നോടൊരു വാക്ക് പറയണ്ടോ? അതിത് വെക്കുമ്പോ സാർ അവിടെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇല്ലാത്തതാണ് കുഴപ്പം. ഇത്ര വരെ ഇല്ലായിരുന്നില്ലേ? സാറേ ഞാനതവിടെ കൊണ്ടുവെക്കും. ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ സ്തുതി. സാറേ നേരത്തെ ഫയൽ അവിടെ ഉണ്ടായിരുന്നു. എന്നാ തനിക്കത് എന്നോട് പറഞ്ഞൂടോ? സാറിന്റെ മുമ്പിലായതുകൊണ്ട് പിന്നെ. മുമ്പിലായോണ്ട് ഞാൻ അറിയണ്ടേ? എനിക്കിവിടെ 100 കൂട്ടം പണിയാണ്, 100 കൂട്ടം. നിങ്ങളെ പോലെ അല്ല. ഞങ്ങൾക്കൊന്നുകൂടെ പണിയുണ്ട്. സാറേ, ഈ അളവിന്റെ കാര്യം എന്തായി? എന്റെ പേര് സത്യശീലൻ എന്നാണ്. അളവിന്റെ എന്തായി? സീനിയർ സർവേയർ അവിടെ ചെയ്തു. സാറേ സാറേ നമസ്കാരം. എന്റെ പേര് സത്യശീലൻ എന്നാണേ. ആയിക്കോട്ടെ. ഞാൻ ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ? അപ്പൊ ഈ അളവിന്റെ കാര്യം എന്തായിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് പെട്ടെന്ന് അളന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് കേസ് കൊടുക്കാൻ. കേസ് കൊടുക്കാനാ? എന്തിന്? എന്റെ സ്ഥലം കയ്യേറിയിട്ടുള്ള സുഗതനെതിരെ കേസ് കൊടുക്കണം. കേസ് കൊടുത്തോ? അതെന്തായി സാറേ? ഇപ്പൊ എന്ന് വരും? എന്നാ അപേക്ഷ? അപേക്ഷ എന്ന് തന്നേന്ന് പറയണോ? അപേക്ഷ മറ്റേ നമ്മുടെ ഉത്സവത്തിന്റെ കൊടിയേറ്റത്തിന്റെ അന്നാണ്. അപ്പൊ ഞാൻ കൊടിയേറ്റത്തിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഇവിടെ അപേക്ഷ തന്നത്. ഡേറ്റ് ഇപ്പൊ എനിക്ക് സാറേ കൃത്യമായിട്ട് ഓർമ്മയില്ലല്ലോ. ഉത്സവം കൊടിയേറിയ? ഉത്സവം കൊടിയേറി. അപ്പൊ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടൊരു 3 ആഴ്ച കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം. 3 ആഴ്ച കഴിഞ്ഞിട്ടോ?
എന്താ 3 ആഴ്ച എന്താ കേട്ടിട്ടില്ലേ? അയ്യോ അത് പറ്റില്ല സാറേ, അതിന് മുമ്പ് അളക്കണം. അത് അളന്നിട്ട് വേണം. സ്ഥലം കൂടുതൽ അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കും. അപ്പൊ അതാണ് മെയിൻ. അപ്പൊ അളക്കണം. 3 ആഴ്ചക്ക് മുമ്പേ അളക്കണം അല്ലേ? ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഗോപി ഡ്രസ്സസ് ഒരു തയ്യക്കട ഉണ്ട്. ഗോപി ഡ്രസ്സസ് ഒരു തയ്യക്കട ഉണ്ട്. ഗോപിയോ? ഗോപി ഡ്രസ്സസ് തയ്യക്കട. അവിടെ അയാൾ ഒരു ടേപ്പ് ആയിട്ട് ഒരാളിരിപ്പുണ്ട്. അയാളെ വിളിച്ചോണ്ട് പോയി താൻ അളക്ക് കേട്ടോ. 3 ആഴ്ച കഴിഞ്ഞാലേ ഇവിടെ നിന്ന് അളക്കാൻ ആള് വരാൻ പറ്റുള്ളൂ. അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ സാറേ? പിന്നെ ഇനി എങ്ങനെ പറയണം? 3 ആഴ്ച 7, 21 ദിവസം കഴിഞ്ഞാലേ ഇവിടെ നിന്ന് അളക്കാൻ വരാൻ പറ്റുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് സൗകര്യമുള്ളൂ. തനിക്ക് അതിന് മുമ്പ് അളക്കണമെന്ന് വെച്ചാ സാറേ എന്താണ് സാറേ? ഈ സുഗതൻ എന്ന് പറയുന്ന ആള് ഭയങ്കര കുഴപ്പക്കാരനാണ്. അയാളിപ്പോ അയാളുടെ സ്ഥലത്തിന്റെ ആ അതിർത്തിയിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്റെ സ്ഥലത്താണ് ഇപ്പൊ ചീരകൃഷി ഉണ്ടാക്കുന്നത്. ഇനി അയാൾ അവിടെ അങ്ങനെ പച്ചക്കറി കൃഷി തുടങ്ങും, പിന്നെ അവിടെ റബ്ബർ വെക്കും. അങ്ങനെ അത് വലിയ വിപത്തിലേക്കാണ് പോവുക. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് അളക്കണം എന്ന് ഞാൻ പറയുന്നത്. സാറേ ഒരു 2 ദിവസത്തിനുള്ളിൽ അത് വന്നിട്ട് ഒന്ന് അളന്ന് തരണം സാറേ. അയ്യോ, താൻ പറയുമ്പോ ഇവിടെ നിന്ന് 2 ദിവസത്തിനകത്ത് വന്ന് അളക്കാൻ ഞങ്ങൾ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കല്ലേ? 3 ആഴ്ച അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് അളക്കും കേട്ടോ. 3 ആഴ്ച എന്ന് പറയുമ്പോ 3 ആഴ്ച എന്ന് പറഞ്ഞത് തന്നെയാണ്. അവരോടൊന്നും സംസാരിക്കണ്ട. തീരുമാനിക്കുന്നത് ഞാനാണ്. സീനിയർ സർവേയർ ഞാനാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ മനസ്സിലായോ? സാറേ ഇനി എന്താണോ തനിക്ക്? ഞാൻ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ തരാം. എന്ത് വെള്ളം കുടിക്കാൻ? വെള്ളം കുടിക്കാനേ. കൈക്കൂലി? കൈക്കൂലി അല്ലേ? ഇത് ആരടുത്താണോ സംസാരിക്കണത് താൻ? അല്ല അങ്ങനെയല്ല. ഇത് എല്ലാ സർക്കാർ ഓഫീസും പോലെ അല്ല ഇവിടെ. ഞങ്ങൾ സർക്കാരിന് മാന്യമായിട്ട് ഞങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നുണ്ട്. അത് വാങ്ങിയിട്ട് ഞങ്ങൾ കുടുംബം കഴിയുന്നുണ്ട്. അല്ലാതെ വേറെ നിങ്ങളെ നക്കാപ്പിച്ചൊന്നും ഞങ്ങൾക്ക് വേണ്ട. അല്ല അങ്ങനെയല്ല, പുറത്തുനിന്ന് അറിഞ്ഞത് അങ്ങനെയല്ലേ? ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ഥലം അളക്കാൻ വേണ്ടി സാറ് വന്നു. അന്ന് സാറുണ്ടായിരുന്നോ? സാറ് കൂടെ ഞാനൊരു മാസമായിട്ടുള്ളൂ വന്നിട്ട്. സാറിന് മാസമായിട്ടുള്ളൂ. സാറുണ്ടായിരുന്നു അല്ലേ? ഈ സാറ് അന്ന് വന്നപ്പോ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് സാറ് വെള്ളം കുടിക്കാൻ ശരിക്കും 10 രൂപ അല്ലെങ്കിൽ 20 രൂപയ്ക്കല്ലേ വേണ്ടു. 1000 രൂപ വാങ്ങി. 1000 രൂപ വാങ്ങിയില്ല അന്ന്. ഓഫീസിൽ കയറുന്ന തോന്നിയ ദിവസം പറയുന്നോടോ. ആര് പൈസ വാങ്ങിച്ചെന്ന്? കാര്യം നടക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കണം. അത് വേറെ ഓഫീസിലുണ്ടായിരിക്കും. ഇവിടെ അങ്ങനത്തെ പരിപാടി നടക്കൂല. താൻ പോടോ. ഓടോന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലം പിന്നെ വേറെ ആരും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. പിന്നെ കൈക്കൂലി തരാൻ പ്രേരി ഇതിനുണ്ടല്ലോ. ഇത് കുറ്റമാണ്. തന്നെ ഞാൻ അകത്താക്കും. ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ താൻ ഒന്നും പറഞ്ഞില്ല? താൻ പിന്നെ കൈക്കൂലി തരാന്ന് പറഞ്ഞില്ലല്ലോ. കൈക്കൂലി തരാന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി തരാന്ന് പറഞ്ഞാൽ എന്ത് വലിയ തെറ്റാണെന്ന് അറിയാമോ? വെള്ളം കുടിക്കണം. താൻ വെള്ളം കൂടുതൽ എന്നെ കുടിപ്പിക്കണ്ട. ഇറങ്ങടാ ഓഫീസിൽ നിന്ന്. ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലേ? വെള്ളം കുടിക്കണമെന്ന് മാത്രം. വെള്ളം കുടിപ്പിക്കണ്ട കേട്ടോ. വെള്ളം കുടിപ്പിക്കണ്ട. നിങ്ങൾ ചുമ്മാ പോടോ. ഇറങ്ങടാ ഓഫീസിൽ നിന്ന്. തന്റെ സ്ഥലം അളക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് അളക്കും. അങ്ങനെ പറയാൻ പറ്റുമോ? തന്റെ സ്ഥലം ഇനി 3 ആഴ്ചയല്ല 300 കൊല്ലം കഴിഞ്ഞാലും ഞാൻ അളക്കാൻ വരൂല. ഇയാൾ ചിലപ്പോഴേ അളക്കുള്ളൂ. നിനക്ക് സ്ഥലം ഉണ്ടാവൂലല്ലോ. നിന്റെ സ്ഥലം നിന്റെ ശത്രു കൈയേറിയിട്ട് അവിടെ ചീരയും മാങ്ങയും തേങ്ങയും എല്ലാം നട്ടിട്ട് നിനക്ക് ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാതെ നീ അലയും തെരുവില്. നോക്കാന്നല്ല. ഇറങ്ങണോ? ഇറങ്ങിപ്പോടോ. എന്ത് കളിക്കുന്നു ഓഫീസിൽ കയറി വന്നിട്ട്. അത് സാറേ, എന്റെ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞില്ലേ, ആ ആളാണ് ഇപ്പൊ പോയത്. ആ മുണ്ട് മടക്കി കുത്തിയ ആളോ? മുണ്ട് മടക്കി കുത്തിര പോയ ആള്. അതാ ഞങ്ങൾ ഒന്നും നോക്കിയതേ. എന്നാ ശരി. ആ മന്മരം എന്ന് പറഞ്ഞ സാറ് ഒരു മൊരടനാട്ടോ. അയാൾ മൊരടന്നല്ല സാറേ, അയാൾ മഹാപെരട്ടേന്. നിങ്ങൾ ശരിക്കും അയാളോട് ഇങ്ങനെയൊന്നല്ല സംസാരിക്കും. നിങ്ങൾ പൊട്ടിത്തെറിക്കണായിരുന്നു അയാളോട്. സാറേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരല്ലേ, അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ ഒരു മര്യാദ വേണ്ടോ? അയാളോട് കാണിക്കരുത്. അയാളൊരു മൃഗാണ്. അയാൾ ശരിയല്ല, ആള് ശരിയല്ല. അതെ, ഈ സർക്കാർ ഓഫീസിൽ വരുന്നവരുടെ അപമര്യാദയായിട്ട് പെരുമാറിയാലും ഉടനെ നടപടിയെടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓർഡർ അറിയോ? നിങ്ങളെന്താ വേണ്ട അറിയോ? നിങ്ങൾ അയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കും. ഞാൻ പറഞ്ഞൊന്നും പറയണ്ട. പഠിക്കട്ടെ. അല്ല അതിന് വകുപ്പുണ്ടോ? പിന്നെ എന്നാ ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും. കൊടുക്കണം. നിങ്ങൾ കൊടുത്തിട്ട് അയാളെ ഇവിടെ സ്ഥലം മാറ്റിക്കളണം.
ഈ പരാതി ഇപ്പൊ നമ്മൾ ആർക്ക് കൊടുക്കും സാറേ? സൂപ്രണ്ടിന്. ഇവിടുത്തെ സൂപ്രണ്ട്. ആ പിന്നെ അയാളുടെ പേര് മന്മഥൻ, സീനിയർ സർവേയറാ. എനിക്കറിയാം. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ പഠിക്കും. ഓ ആയിക്കോട്ടെ സാറേ. ഞാനത് പറയാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. വലിയ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ആ തെണ്ടിക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ശരി. അതെ രാഘട്ട, അവനെ വെറുതെ വിടാൻ പറ്റില്ലേ? അതെ അതെ അല്ലേ? അവനെ പൂട്ടണേ. അങ്ങനെ ഉദ്യോഗസ്ഥൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇതിപ്പോ ഇതിന്റെ ഒരു കോപ്പി സൂപ്രണ്ടിന് കൊടുക്കാം. ഒരു കോപ്പി നമ്മള് സൂപ്രണ്ടിന്, സർവേ സൂപ്രണ്ടിന് കൊടുക്കാം. മറ്റൊരു കോപ്പി തഹസിൽദാർക്ക് കൊടുക്കണം, ഒരു കോപ്പി കളക്ടർക്ക് കൊടുക്കണം, ഒന്ന് റവന്യൂ മന്ത്രിക്ക് നേരിട്ട് അയക്കണം. മന്ത്രിക്ക് കൊടുക്കാം. മന്ത്രിക്ക് അയക്കണം. ചെല്ലട്ട് കളിക്കട്ട് കളി. എന്താ ഉദ്യോഗസ്ഥന്മാരാന്ന് വിചാരിച്ചിട്ട് മര്യാദ വേണ്ടേ? എന്താ ആളിട്ടിട്ട് അങ്ങോട്ട് ഉരിക്കണേ. അമ്മാതിരി വർത്താനൊക്കെയാണ് പറയണത്. മോശമാണ് അതൊക്കെ, ശരിയല്ലത്. ഇനി വേറെ ആൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതെ അതെ. അപ്പൊ ഞാൻ എഴുതിയ വായിക്കാം. ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി സർവേ സൂപ്രണ്ട് മുമ്പാകെ കരുനാഗപ്പള്ളി താലൂക്കിൽ തത്തമ്മത്ര വില്ലേജിൽ ചക്കത്തറ വീട്ടിൽ സത്യശീലം ബോധിപ്പിക്കുന്ന അപേക്ഷ. എന്റെ വസ്തു റീസർവേ നടത്തി അളന്ന് തിരിച്ച് തിട്ടപ്പെടുത്തി തരണമെന്ന് കാണിച്ച് റീസർവേ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അപേക്ഷയുടെ പുരോഗതിയെക്കുറിച്ച് തിരക്കാൻ ഓഫീസിൽ ചെന്നപ്പോൾ അവിടുത്തെ സീനിയർ സർവേയറായ മന്മഥൻ എന്ന ജീവനക്കാരൻ എന്നോട് അപമര്യാദയായി പെരുമാറുകയും അസഭ്യങ്ങൾ പറയുകയും ഓഫീസിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഓഫീസിലെത്തിയ സാധാരണക്കാരനായ എന്നോട് ജീവനക്കാരനായ മന്മഥൻ ചെയ്ത മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾക്ക് തക്കതായ നടപടി എടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് സത്യശീലൻ. സത്യശീലൻ ഒപ്പിടണോ? എന്റെ ഒപ്പൊക്കെ മോശമാണ്. അതെ, എന്തായാലും അത് ഇട്ടാ മതി. ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ കോപ്പി എടുത്തിട്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഇതയക്കാൻ കവറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കൂടി ശരിയാക്കി തന്നെ. വേറെ ഇനിയിപ്പോ എന്താ പരിപാടി ഒന്നും ഇല്ലല്ലോ? വേറെ പരിപാടിയൊന്നുമില്ല. ഇത് അതിന് ശേഷം എന്താ മറുപടി വരും നോക്കാനാ. എന്നിട്ട് നമുക്ക് എന്നിട്ട് അടുത്ത കോടി നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി കേട്ടോ. സത്യ സുഖമില്ല വരുന്നത്. ഒന്ന് അലമ്പൊന്നും ഉണ്ടാവില്ല. ബാക്കി കാര്യം നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്നും പ്രശ്നം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അല്ല, ഞാന് നമ്മുടെ അതിർത്തി തർക്കമുണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിട്ട് റീസർവേ ഓഫീസിൽ പോയിട്ടൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. ഞാൻ അവിടെ പോയി ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോയതാ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ മൊരടനായിട്ടൊരു ഓഫീസർ ഇരിക്കുന്നുണ്ട്. അയാൾ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി. അയാളുടെ പേര് മന്മഥൻ എന്നാണ്. അതെ, മന്മഥൻ. അറിയോ? രാഘവട്ടൻ അറിയോ? അറിയാം. പക്ഷെ ഇത്ര ഒരു വൃത്തികെട്ട മനുഷ്യൻ, നമ്മൾ സാധാരണക്കാര് നമ്മുടെ ഒരു ആവശ്യമായിട്ടൊരു അപേക്ഷയായിട്ട് ചെല്ലുമ്പോ അത് പരിഹരിച്ചു തരാനുള്ള ഓഫീസർമാരല്ലേ അവര്. ഇത് എന്തൊക്കെ കണ്ണിച്ചോരില്ലാതെ പറഞ്ഞെന്നറിയോ? അയാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അയാളെ കൊടുക്കണം. അയാളുടെ ജോലി കളയണം. എന്നിട്ട് അയാൾ തെരുവ് കൂടെ ഇങ്ങനെ അലഞ്ഞ് നടക്കണത് എനിക്ക് കാണണം. ഓഫീസർമാർ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത്തോടെ ജോലി ചെയ്യേണ്ടവരാണ്. അവരിങ്ങനെ ചെയ്താൽ കസരയിൽ ഇരിക്കാൻ അവർക്ക് അർഹതയില്ല. അപ്പൊ അവർക്ക് എതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയാൽ മതി. നോക്കിയിട്ട് ഇത് ആർക്കാ നമ്മൾ കൊടുക്കേണ്ടതെന്നൊന്ന്. അങ്ങനെ വിട്ടാൽ പറ്റില്ല അവനതാ. ഇതാരാ എഴുതിയേ? വാസ്തുവിന്റെ അളവുമായി ബന്ധപ്പെട്ട് അക്ഷരത്തെറ്റല്ല പറ്റാ. അല്ല, വാസ്തു അല്ല, വസ്തു. വസ്തുവിന്റെ അളവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കാൻ ആഫീസിൽ എത്തിയപ്പോൾ മന്മഥൻ എന്ന തടിയൻ, അയാളത്തിന് തടിയുള്ള ആളാണ്, ജീവനക്കാരൻ എന്നെ നായിന്റെ മോനെ വിളിച്ചു. അല്ല, അങ്ങനെ വിളിച്ചില്ല. പക്ഷെ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ. ഇറങ്ങിപ്പോടാ പട്ടിന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞു എന്ന് എഴുതാം നമുക്ക്. അവിടെ കൊടുക്കണല്ലോ. ആഫീസിൽ എന്തേലും കാര്യം അപേക്ഷിച്ച് എത്തുന്നവരോട് മര്യാദയില്ലാതെ പെരുമാറിയാൽ അത്തരം ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന വിവരം ജീവനക്കാർക്കറിയാമെങ്കിലും ഇമാതിരി തന്തയ്ക്ക് പിറക്കാത്ത ഇതൊന്നും ഇങ്ങനെ എഴുതിയാൽ പറ്റൂല. നമുക്ക് ഇയാൾക്കെതിരായിട്ടുള്ള പരാതിയല്ലേ, മേലാഫീസർക്കല്ലേ നമ്മ അയക്കുന്നത്. അപ്പൊ ഈ ഭാഷ പറ്റൂല. ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി മേലാഫീസർ കൊടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ബഹുമാനത്തോട് കൂടിയിട്ട് ഇയാളോടാണല്ലോ നമുക്ക് ദേഷ്യമുള്ളൂ. മേലുദ്യോഗസ്ഥന് നമ്മൾ ബഹുമാനം കൊടുക്കണം. ഇത് അത് ഇയാളോടുള്ള ദേഷ്യം അത് നമുക്ക് അയാളെ നടപടി എടുക്കല്ലോ. എഴുതി തരും. ഞാൻ എഴുതിത്തരാം. കടലാസ് പേപ്പറൊന്നും ഇല്ല. എന്നാ ഞാൻ പേപ്പർ സത്യേട്ടാ എന്താ മറ്റേ സംഭവം എന്തായി? മറ്റേ സംഭവം നിങ്ങൾ സുഖമായിട്ട് നമ്മൾ അതിർത്തി പ്രശ്നം അതൊന്നും ആയില്ല. അല്ല സത്യേട്ടാ, നിങ്ങളന്നേ റീസർവ് ഓഫീസിൽ പോയിട്ട് ഏതൊരു ഉദ്യോഗസ്ഥനായിട്ട് പ്രശ്നം ഉണ്ടായില്ലേ? അവരാദ്യം എടുത്തിട്ട് എന്തായി? അതൊന്നും ആയില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് കിടക്കണ്ടായിരുന്നെ. അപ്പൊ ഒന്നും ആയില്ല. സത്യേട്ടാ, സുഖമായിട്ട് റീസർവേ ഓഫീസിൽ പോകുന്നുണ്ടായിനി. സുഖമായിട്ട് റീസർവേ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിനി. ഓൻ പോയോ? ഓൻ പോയി. ഓ ശരി. പോണോ? ഞാൻ പോണ്ട്. പോണം. വിടാൻ പാടില്ല. കാര്യങ്ങൾ നടക്കണം, അങ്ങനെ വിടാൻ പാടില്ല. ഇല്ല, വിടുന്നില്ല. അല്ല, അതല്ലെങ്കിൽ അങ്ങനെ വിടാൻ പറ്റിയ സംഭവം അല്ലേ? സുഖത്തിന്റെ സ്വഭാവത്തിന് നല്ലതൊന്നല്ല. നല്ല അടിയെ കിട്ടുന്നതിന് കുഴപ്പമാണ്. ഞാൻ സത്യത്തിലുണ്ടല്ലോ, അവൻ ഒരു കുത്തിയാ കൊടുക്കണം, അവിടെ വീഴുവോ. പിന്നെ ആ വീട്ടിൽ ഓന്റെ ഭാര്യയും കുട്ടികളെ ഓർത്തിട്ടാണ്. സത്യേട്ടാ, അന്ന് അതിർത്തി പ്രശ്നം ഉണ്ടാകുമ്പോ ഈ സുഖേട്ടൻ നിങ്ങളെ മേക്കിട്ട് കയറാമെന്ന് ഓർമ്മയിട്ടാ. അന്ന് ഞാൻ കൊടുക്കട്ടി കയ്യും കാലും പൊളിക്കണ്ട വിചാരിച്ചിട്ടാ. വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അതെ. എടാ ഉണ്ണിയെ, അതെ, ഈ രണ്ട് തോണിയിലും കൂടി കാലോടെ ഇടപാടുണ്ടല്ലോ, അത് ശരിയില്ല. അത് നിർത്തിക്കോ. വളരെ മോശമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞാണ്. അപ്പൊ അന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ആ അടിപൊളി ഉണ്ടാക്കുന്ന സമയത്ത് ഇജ്ജ് വെറുതെ നത്തിന്റെ മാതിരി നോക്കി ഇങ്ങനെ ഇരിക്കല്ലേ ചെയ്ത്, അല്ലേ? പിടിച്ചു പറ്റിയ ആളെ ഞാൻ ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ആണെങ്കിലും ഞാൻ മനസ്സിലാക്കി ആരാണ് ഈ നിൽക്കണ മോഹല്ല. ബനാണ് ഇജ്ജല്ല. സുഗതന്റെ കയ്യക്കാലും അടിച്ച് താഴെ ഇടുന്നത് ബനെ. ഞാൻ പോട്ടെ. ഏയ് വേണ്ട. അപ്പൊ അങ്ങനെ എന്താ ഓക്കെ. നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഓനാ. അന്ന് ഈ കയ്യും കാലും ഞാൻ പൊളിക്കേണ്ടത് സുഗതന്റെ അല്ല, ഈ സാന്തിന്റെ. നിങ്ങൾ കുറച്ച് ഉണ്ടിട്ടോണ്ണേട്ടാ. രണ്ട് തലയും കത്തിച്ച് കണ്ടാണ് പിന്നെ നന്നായിക്കൂടെ. എടാ, എനക്കൊന്നും ആദ്യത്തെ പ്രശ്നമില്ല. അത് എനിക്ക് അത് നിങ്ങൾക്ക് എവിടെ സ്ഥലം? അതുകൊണ്ട് തന്നെ ഒന്നും ചൊറിയില്ലടാ. പ്രശ്നമില്ല. നടത്തെ നിങ്ങൾ ഈ